കേരളത്തിൽ ഇന്ന് നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുകയാണ്. വരാനിരിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നതെന്ന് കർത്താവരദാസൻ സജു ചത്തന്നൂർ അവറുകളോട് നമുക്ക് ചോദിക്കാം. അദ്ദേഹം ലോകരാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഇന്ത്യയുടെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെയും രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെക്കുറിച്ചും വളരെയധികം ചിന്തിക്കുകയും പഠിക്കുകയും അതുപോലെ തന്നെ നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് കാര്യങ്ങളെ ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷേ എങ്ങനെയായിരിക്കും ഇന്ന് നടക്കുന്ന ഈ ഇലക്ഷനിൽ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത്? ബഹുമാനപ്പെട്ട പാസ്റ്ററിൻ്റെ ക്വസ്റ്റ്യനെ വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാധാരണ നമ്മൾ സുവിശേഷകർ ഒരിക്കലും ഒരു രാഷ്ട്രീയത്തെയും രാഷ്ട്രീയക്കാരെയും നമ്മൾ നിന്ദിക്കുന്നവരല്ല, എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്നവരാണ്. നമ്മുടെ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് പാസ്റ്ററെ നമ്മുടെ അധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ. അത് തീർച്ചയായിട്ടും റോമാലേഖനം പറയുന്നു, നിങ്ങളുടെ അധികാരികൾക്ക് നിങ്ങൾ കീഴടങ്ങുകയും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അതിൻ്റെ മാന്യതയും ബഹുമാനവും, ഒരു പഞ്ചായത്ത് മെമ്പറായാലും ഒരു പ്രസിഡൻ്റ് ആയാലും ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായാലും ഒരു MLA ആയാലും ഒരു മന്ത്രി ആയാലും നമ്മൾ എപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നാണ് നമ്മൾ പറയുന്നത്. അത്രയും നമ്മൾ ബഹുമാനം കൊടുക്കണമല്ലോ, ആരോ ആയിക്കോട്ടെ. അങ്ങനെ ബഹുമാനം കൊടുക്കുമ്പോൾ നമുക്ക് ഏത് വ്യക്തിക്കും നമുക്ക് ഓരോ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ കാണും. ഞാൻ ദീർഘവർഷങ്ങളായി ഷൈൻ പാസ്റ്റർക്ക് അറിയാം, സ്റ്റേജിൽ പ്രസംഗിക്കുന്നതാണ്. എവിടെയോ ഒരിക്കൽ എന്തോ ഒരു ഭാഗം രാഷ്ട്രീയം പറഞ്ഞപ്പോൾ അവിടുന്ന് യോഗം കഴിഞ്ഞ് ആരോ എന്നോട് ഒരു പാസ്റ്ററെ സുവിശേഷകരിലെ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു വോട്ടവകാശമുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ കയ്യിൽ ഇന്ത്യയുടെ വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ എൻ്റെ വോട്ട് ഒരു പാർട്ടിക്ക് ആവശ്യമെങ്കിൽ, എൻ്റെ സംസ്ഥാനത്തിന് ആവശ്യമെങ്കിൽ, എൻ്റെ ജില്ലയ്ക്ക് ആവശ്യമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് രാഷ്ട്രീയം അതിനകത്തൂടെ ഉത്ഭവിക്കാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഇന്ന ആൾക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്ന് സൂചന പ്രസംഗിക്കുന്നവർക്ക് ഒരിക്കലും പറയുവാൻ അധികാരമില്ല. അത് ഹ്യൂമൻ റൈറ്റ് ആണ് പാസ്റ്ററെ, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഇന്ന വ്യക്തിക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത്. നമുക്ക് ഒരിക്കലും അത് കമ്പൽ ചെയ്യാൻ പറ്റത്തില്ല. പാസ്റ്റർ ചോദിച്ച വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. ഏകദേശം 9 വർഷമായി ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുക. അതിന് 2ാം ഊഴത്തിലും മിസ്റ്റർ പിണറായി വിജയൻ ഇപ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന ബൈ ഇലക്ഷനുകളിലെല്ലാം മിക്കവാറും ഇലക്ഷനിൽ UDF ആണ് അധികാരത്തിൽ വന്നത്. അങ്ങനെ പല സ്ഥലത്തും എറണാകുളത്തെ പുതുപ്പള്ളി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാലക്കാടൊക്കെ അവസാനമായി UDF അധികാരത്തിൽ വന്നേ. അതിൻ്റെ ഇടയ്ക്ക് അവിചാരിതമായി ഒരു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ 1983 ഏകദേശം 1983 അന്ന് ഞാനൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതൃത്വ നിരയിലുള്ള ഒരാളായിരുന്നു. അന്ന് തൊട്ടേ ഞാൻ കേരള രാഷ്ട്രീയവും അതിനുശേഷം ഇന്ത്യൻ രാഷ്ട്രീയവും ലോക രാഷ്ട്രീയവും മുഴുവൻ പഠിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ ഇതൊന്നും പുറത്ത് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാത്ത നമ്മളെ ഏൽപ്പിച്ചത് സുവിശേഷമാണ്. എങ്കിലും പാസ്റ്ററെ ചോദ്യത്തിന് മുൻപിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ജനങ്ങളെ വെറുതെ അടിച്ചേൽപ്പിച്ച ഒരു പരിപാടിയായിപ്പോയി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞ് 2026 കേരള നിയമസഭാ ഇലക്ഷൻ നടത്താനിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇലക്ഷൻ കമ്മീഷനും ജനങ്ങൾക്കും ഒരുപാട് പാഴ്ചെലവാണ് ഇതിനകത്ത് വന്നത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ പിൻപിൽ മറ്റൊന്നുമില്ല. അവിടുത്തെ മുൻ MLA ബഹുമാനപ്പെട്ട PV അൻവർ, അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തോട് ചേർന്ന് മത്സരിച്ച ആളാണ്. അദ്ദേഹത്തിന് ഇടതുപക്ഷമായിട്ട് വളരെ ആഭിമുഖ്യമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ്റെ വളരെ അടുത്തൊരു സഹകാരിയായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം 2ാം ഊഴത്തിലും നിലമ്പൂരിൽ നിന്ന് വീണ്ടും CPMൻ്റെ സീറ്റിലല്ലെങ്കിലും സ്വതന്ത്രനായി CPMൻ്റെ പിന്തുണയോട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട അൻവറിൻ്റെ പിൻപിൽ നല്ലൊരു ബുദ്ധി കേന്ദ്രമുണ്ട് പാസ്റ്ററെ. അതുകൊണ്ടാണ് അൻവർ ഒരു കാര്യം ചെയ്തത്. ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പിട്ട് അദ്ദേഹം ഈ മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ കൂട്ടർക്കെതിരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെങ്കിലും MLA സ്ഥാനം രാജിവെക്കണം. അതിൻ്റെ പിൻപിൽ ഒരു അജണ്ടയാണ്. അത് മിസ്റ്റർ അൻവർ മാത്രമല്ല, അൻവറിൻ്റെ പിൻപിൽ നല്ലൊരു ബ്രെയിനുണ്ട്. അത് രാഷ്ട്രീയം മനസ്സിലാകുന്നവർക്കേ അറിയാവൂ. എന്താ വെച്ചാൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി പോലീസിന് വഴങ്ങുന്നു. പിന്നെ MR അജിത് കുമാർ ഇന്നത്തെ പിന്നെ ADGP ജയിലിൻ്റെ അത് കഴിഞ്ഞിട്ട് അന്നത്തെ ലോ ആൻഡ് ഓർഡർ അദ്ദേഹം പൂരം കലക്കി, മലപ്പുറം വഴി സ്വർണം കടത്തി. ഇതൊക്കെ ഇവിടെ നടക്കുന്നതിന് വിട്ട് വലിയ വിഷയമുണ്ടായിരുന്നു. ഈ നമ്മുടെ ബഹുമാനപ്പെട്ട MLA അൻവറിന് എന്നേ രാജിവെക്കാമായിരുന്നു. ഇവിടെ സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ പാസ്റ്ററിനറിയോ എത്ര ആരോപണങ്ങൾ ഗവൺമെൻറ്റിനെതിരെയും
ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ, അതുപോലെ തന്നെ ഒരുപാട് പേർക്കെതിരെ ആരോപണം വന്ന്. അപ്പോൾ ആ സമയത്ത് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ കാലത്ത് തന്നെ മിസ്റ്റർ PV അൻവറിന് രാജിവെക്കാമായിരുന്നു. ഞാൻ ഈ അലിഗേഷൻ അഥവാ ആരോപണം നിറഞ്ഞ കൂട്ടത്തിനകത്ത് നിൽക്കുന്നില്ല, അതിനൊരു ക്ലീൻ ഇമേജ് കൊടുക്കാനായിട്ട് ഇനി വരാൻ പോകുന്ന ഇലക്ഷന് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ പോലീസിൻ്റെ മേധാവിക്കെതിരെയും ബാക്കി എല്ലാവർക്കും ഈ സ്വർണ്ണക്കടത്തിനെതിരെ എല്ലാം കൂടെ അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാമായിരുന്നത് എന്തിനാണ് ഈ കൂട്ടിനകത്ത് അദ്ദേഹം നിന്നത്? നേരത്തെ രാജിവെക്കാമായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ താൻ നമ്മുടെ ഇപ്പോൾ പ്രായാധിക്യത്തിലിരിക്കുന്ന നല്ല നേതാവ് സഖാവ് VS അച്യുതാനന്ദൻ, അത് പാസ്റ്റർ അറിയാമല്ലോ, അദ്ദേഹം ഒരുപാട് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് രാഷ്ട്രീയത്തിന് CPM-ന് അപ്പുറത്ത് ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദന് ജനങ്ങളുടെ ഒത്തിരി പിന്തുണ ഉണ്ടായിരുന്നു. അത് പാസ്റ്റർ അറിയാം. അഴിമതിക്കെതിരെ മതികെട്ടാൻ, കയ്യേറ്റം, സമരം, ഇതിനെല്ലാം പോയി, അത് ഇന്ന പാർട്ടി എന്നില്ല, അവിടെ പോയി ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴും ആദരണീയനായ വയോധികനായ VS അച്യുതാനന്ദൻ ആ ജനങ്ങളുടെ ഇടയിൽ ഇടപെടുമായിരുന്നു. അദ്ദേഹത്തിന് അതിനായിരുന്നൊരു ക്രൗഡ് പുള്ളറായിരുന്നു. പാസ്റ്ററിന് അറിയാം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും മറ്റുമായിട്ട് ക്രൗഡ് പുള്ളറായിരുന്നു. അതിൻ്റെ ഒന്നാമത്തെ ബേസ് കൊടുത്തത് സഖാവ് VS കൊടുത്തിരുന്നത് അഴിമതിക്കെതിരാണ്. അതുകൊണ്ട് ഇന്നത്തെ ഗവൺമെൻറ് അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ്. മറ്റു കാര്യങ്ങളിൽ മുഖ്യമന്ത്രി മിസ്റ്റർ റിയാസ്, മുഖ്യമന്ത്രിയുടെ മരുമകൻ, ഇവരെല്ലാം ഇടപെടുന്നെന്ന് പറഞ്ഞൊരു ഇമേജ് എല്ലാം കൂടെ മിസ്റ്റർ PV അൻവർ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ ADGPക്കെതിരെ കുറച്ച് കാര്യങ്ങളെല്ലാം കൊണ്ട് കൊടുത്തിട്ട് പുള്ളി ഈ കൂട്ടത്തിൽ നിൽക്കുന്നില്ല എന്നൊരു പരിപാടിയും കൊണ്ടാണ് പുള്ളി ഇറങ്ങിയത്. പുള്ളി ഇറങ്ങിയിട്ട് പുള്ളിക്കെതിരെ രാജിവെക്കണമെന്നുമില്ലായിരുന്നു. പക്ഷെ നയപരമായൊരു ചോദ്യം പല കോണിൽ നിന്ന് വന്നു. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് നേടിക്കൊണ്ട് മിസ്റ്റർ PV അൻവർ MLA ആയതിനു ശേഷം PV അൻവർ ഇതിനകത്തുനിന്ന് വീണ്ടും നിൽക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് രാജിവെച്ചേ പറ്റുമെന്ന് പല നിർദ്ദേശങ്ങളും വന്നു. അതും അതിൻ്റെ മിസ്റ്റർ അൻവർ മാത്രമല്ല, ഇതിൻ്റെ പിൻപിലൊരു പ്രഭവ കേന്ദ്രമുണ്ട്. അപ്പം അൻവറിനോട് പറഞ്ഞു രാജിവെക്കാൻ പറഞ്ഞു. ആ രാജിയിൽ കൂടെ നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളെ അടിച്ചേൽപ്പിച്ചത് ഒരു ഇലക്ഷൻ ഇനിയില്ല, കുറച്ച് ദിവസമേ ഉള്ളൂ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി, അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നു, നമ്മുടെ ഓരോരുത്തർക്കും എല്ലാം നമ്മൾ നേതാക്കളെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ ആ മുഖ്യമന്ത്രി പറഞ്ഞ് പല നിലമ്പൂക്കാരോട് പറഞ്ഞ് ഒരു വഞ്ചകൻ ചെയ്ത കെണി മൂലമാ നിങ്ങൾക്കും ഈ കുഴപ്പം വന്ന് ഞങ്ങൾക്കും ഈ കുഴപ്പം വന്നതെന്ന് മനസ്സിലാകുന്നവർക്കായി സർക്കാരിൻ്റെ പൈസ, മെഷീനറി, കാര്യമെല്ലാം കൂടി ഇനി ഒരു വർഷം കൂടെ ഉള്ളു അത് വരുന്നത്. ഒരു വഞ്ചകൻ നമ്മളോട് കാണിച്ച, പേര് പറയാതെ മുഖ്യമന്ത്രി ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞതാ, ഒരു വഞ്ചകൻ നമ്മളോട് കാണിച്ച ഈ ചതി കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇലക്ഷൻ അടിച്ചേൽപ്പിച്ചെന്ന്. പക്ഷേ അൻവർ വളരെ ഒരു പ്രത്യേക മൈൻഡിൽ കൂടെ പോയത്. മിസ്റ്റർ അൻവർ ഈ ഇലക്ഷന് വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ഒരാളെ സ്ഥാനാർത്ഥിയായി നിർത്തണം. അതാരാ? VS ജോയി. അദ്ദേഹം KSUവിൻ്റെ മുൻ പ്രസിഡന്റാ. അദ്ദേഹം നിലമ്പൂരുമായിട്ട് ബന്ധപ്പെട്ട ആളാ. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു പെന്തക്കോസ്ത് സഭക്കാരനുമാണ്. അപ്പോൾ അദ്ദേഹത്തെ നിർത്തണം. അത് ഭയങ്കര ഒരു അടവാണ്. പാസ്റ്റർ മനസ്സിലാക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അൻവർ UDFൻ്റെ സ്ഥാനാർത്ഥിയാവാൻ അൻവറിന് ഇഷ്ടമല്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇദ്ദേഹത്തെ ആരെയാ VS ജോയി അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ട് അൻവറിന് കിട്ടുന്ന വോട്ടുകൂടെ ചേർത്തുകൊണ്ട് അദ്ദേഹത്തെ ജയിപ്പിക്കണം. പാസ്റ്റർ പിടി കിട്ടിയോ? അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ ഇത് ആർക്ക് വരണം? ഈ സീറ്റ് തിരിച്ച് അൻവറിന് വരണം. അൻവറിന് വരണമെങ്കിൽ VS ജോയിയെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഈ ആര്യാടൻ ഷൗക്കത്തുമായിട്ട് അൻവർ പ്രശ്നമായത്. അപ്പൊ ആര്യാടൻ ഷൗക്കത്ത് നിന്ന് UDF പിന്തുണ കൊടുത്ത് അൻവറൂടെ പിന്തുണ കൊടുത്ത് ജയിച്ചാൽ പാസ്റ്ററെ അടുത്ത നിയമസഭാ ഇലക്ഷന് ആര്യാടൻ ഷൗക്കത്ത് അവിടുന്ന് മാറത്തില്ല. ഇതാണ് രാഷ്ട്രീയം. പിന്നെ ഈ PV അൻവർ UDFന് പിന്തുണ കൊടുക്കാമെന്നൊരു കാര്യം പറഞ്ഞു. രണ്ട് കാര്യം PV അൻവറും മുൻപോട്ട് വെച്ചു. ഇതൊക്കെ നിലമ്പൂരിലെ ജനം അറിയണം. അദ്ദേഹം രമേശ് ചെന്നിത്തലയോടും VD സതീശനോടും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം, ഒന്നിൽ ആഭ്യന്തരമന്ത്രി അല്ലെ വനം മന്ത്രി, എവിടെത്തി കാര്യം. അപ്പൊ ഈ അൻവറിന്റെ അകത്ത് നല്ലൊരു ബുദ്ധി കേന്ദ്രമുണ്ട്. അതാരൊക്കെ ഉണ്ട്? അപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം ഇനി അടുത്തൊരു ഇലക്ഷനും ഒരു പക്ഷേ നിലമ്പൂരിൽ CPM-ലൂടെ നിന്നാൽ അൻവർ ജയിച്ചേക്കാം. പക്ഷേ ചിലപ്പോൾ മന്ത്രിസഭ മാറിയാൽ, ഷൈൻ പാസ്റ്റർ മനസ്സിലാക്കണം, മന്ത്രിസഭ മാറിയാൽ കോൺഗ്രസിലേക്കൊന്ന് ചേക്കേറിയാൽ, പണ്ട് മഞ്ഞളാംകുഴി അലി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രനായിട്ട് മത്സരിച്ചതാ. അദ്ദേഹത്തിന് പിടികിട്ടിയ അടുത്തത് UDF ഗവൺമെന്റ് വരുമെന്ന്. അദ്ദേഹം പെതിയെ എന്തോ മുസ്ലിം ലീഗിൽ കയറി, അദ്ദേഹം മന്ത്രിയായി. അതുപോലെ അൻവറിന് ഒരു ചാൻസ് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അൻവർ പെതിയെ ഇതിനകത്തുനിന്ന് താഴെ ഇറങ്ങിയത്. അതുകൊണ്ട് ഒരു ഫോർമുല UDFന്റെ മുൻപിൽ പുള്ളി വെച്ചത്, ഞാൻ നിലമ്പൂരി മത്സരിക്കത്തില്ല. കാര്യം പാസ് പിടി കിട്ടിയോ? എനിക്ക് അടുത്ത ഇതിനകത്ത്
ഞാൻ നിലമ്പൂരിൽ തന്നെ നിന്ന് മത്സരിക്കാം, എനിക്കൊരു ക്യാബിനറ്റ് മിനിസ്റ്റർ വേണം. ഓ ശരി. അതാണ് അൻവറിന്റെ അജണ്ട. അതുകൊണ്ട് പാസ്റ്ററെ അദ്ദേഹം അവസാന സമയം വരെ മനസ്സിലായി ഇലക്ഷന് നോമിനേഷൻ കൊടുക്കാതെ പത്രസമ്മേളനം വിളിക്കുന്നു, അത് വിളിക്കുന്നു, ഇത് വിളിക്കുന്നു. അപ്പൊ UDF-ലുള്ള നേതാക്കൾ ആരാ നമുക്കറിയാം, അവര് കിങ് മേക്കർ ആൾക്കാരാ നമുക്കറിയാം. കെ കരുണാകരജി അറിയാം, നമ്മളിൽ നിന്ന് വേർപെട്ട ഉമ്മൻചാണ്ടി സാറ് വളരെ വളരെ ബുദ്ധിയും വളരെ സോളാർ സമരം വന്നിട്ട് പോലും അതിന്റെ നടുവിൽ പിടിച്ച ആൾക്കാരാണ്. അതിന്റെ പുറകെ വരുന്ന ആൾക്കാർ മറ്റേ ഇപ്പോഴത്തെ VD സതീശൻ വളരെ പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട VD സതീശൻ വളരെ ബുദ്ധിയുള്ളതാണ്. ബഹുമാനപ്പെട്ട VD സതീശൻ പറഞ്ഞു അതങ്ങ് കൈവച്ചേക്കാൻ പറഞ്ഞു, അതവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞു. പിന്തുണ തരുവാങ്കിൽ തരാം, അല്ലാതെ UDF-ലെ ഘടകകക്ഷിയാക്കാനോ ക്യാബിനറ്റ് മിനിസ്റ്റർ ആക്കാനോ ഞങ്ങളില്ല. അവിടം കൊണ്ടാണ് അൻവറിന്റെ തന്ത്രങ്ങൾ മുഴുവൻ പാളിപ്പോയി. അവിടെയില്ല ഇവിടെയില്ല. ഇനിയിപ്പോ UDF-നകത്ത് യാതൊരു കാരണവശാലും PV അൻവറെ അവർ കയറ്റത്തില്ല. എന്താ വെച്ചാൽ ഇപ്പൊ 4 സ്ഥാനാർത്ഥികളാണ് പാസ്റ്റർ അവിടെ മത്സരിക്കുന്നത്. ഒന്ന് UDF-ന് വേണ്ടി ആര്യാടൻ ഷൗക്കത്ത്, CPM-ന് വേണ്ടി M സ്വരാജ്, BJP-യുടെ സ്വതന്ത്രൻ മോഹൻ വർഗീസ്, അത് ക്രൈസ്തവ മേഖലയെ സ്വാധീനിക്കാൻ വേണ്ടിയാ BJP. അതോടൊപ്പം തന്നെ ഇത് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഇത് നിലമ്പൂരിൻ്റെ മുൻ MLA PV അൻവർ. ഇവർ 4ആയിട്ടാണ് ഇത് മത്സരിക്കുന്നത്. അപ്പോൾ ഇത് ആര്യാടൻ ഷൗക്കത്തിന് പ്രതീക്ഷിച്ചതിലപ്പുറം ഭൂരിപക്ഷം വരെ എത്തിയാണ് ആരാ PV അൻവർ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ. പക്ഷേ ഈ PV അൻവറിന്റെ ഭയങ്കര ഒരു നാടകമായിരുന്നു VS ജോയിയെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് താൻ മാറിയിട്ട് ഷൗക്കത്തിൻ്റെ അടക്കം പിന്തുണയോടെ മത്സരിച്ചിട്ട് ഈ ഒരു ടൈമിൽ ജോയിയെ MLA ആക്കിയിട്ട് അടുത്ത പ്രാവശ്യം അൻവർ നിലമ്പൂർ പിടിച്ചുകൊണ്ട് VS ജോയിയെ ഒരു പക്ഷേ മങ്കട, പെരിന്തൽമണ്ണ, ഇതെല്ലാം മലപ്പുറം ജില്ലയാണ്. എനിക്ക് മലപ്പുറം ജില്ലയെ പറ്റി നല്ലോണം അറിയാവുന്നേ. അപ്പോൾ അവിടെ ആക്കാം എന്നുള്ള ഒരു രീതിയിലാണ് അജണ്ട പോയത്. പക്ഷെ അതിന് അൻവർ വെച്ച ഫോർമുല തെറ്റായിപ്പോയി. ഞാൻ ഇവിടെ നിന്ന് മത്സരിച്ച് UDF അധികാരത്തിൽ വന്നാൽ നീഡ് എ ക്യാബിനറ്റ് മിനിസ്റ്റർ, ദാറ്റ് മീൻസ് എ ഹോം, അതർവൈസ് ഇതിൻ്റെ വനം, ഇത് വനം ഫോറസ്റ്റ്, ഇത് 2 എണ്ണം വേണമെന്ന്. അത് സതീശൻ സാറ് സമ്മതിക്കുമോ? ഇല്ല. K സുധാകരൻ സമ്മതിക്കുമോ? അത് കഴിഞ്ഞിട്ട് രമേശ് ചെന്നിത്തല, K മുരളീധരൻ, ഇവരൊക്കെ കോൺഗ്രസിലെ തക്കതായ നേതാക്കളാണ്. അവരൊന്നും, അതുകൊണ്ടാണ് അൻവർ അവസാനം പുറത്തു പോകാൻ കാരണം. ഇനി അൻവറിന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ടോക്ക് ഷോയും ഇത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിലമ്പൂർ ഇലക്ഷൻ, അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ യാതൊരു ഭാവിയില്ല. അത് കഴിഞ്ഞു. അൻവറിന്റെ കേരള രാഷ്ട്രീയം കഴിഞ്ഞു. അദ്ദേഹം അവസാനം അണ്ണാ-DMK-യുടെ അടുത്ത് പോയി. അണ്ണാ-DMK-കാർക്ക് പിടികിട്ടി, അവര് തള്ളി. അണ്ണാ-DMK CPM-ആയിട്ട് കേന്ദ്രത്തിൽ അലയൻസാ. അപ്പം മുഖ്യമന്ത്രിയായിട്ട് ഇവർക്ക് MK സ്റ്റാലിന് നല്ല ബന്ധമാണ്. അങ്ങനെ ഒരാളെ അണ്ണാ-DMK അവർ ചേർക്കത്തില്ല. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിൻ്റെ അടുത്ത് പോയത്, അത് നല്ല കാര്യം. പശ്ചിമബംഗാളിൽ അവരെ മുഖ്യമന്ത്രി ഭരിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് നമ്മുടെ യൂസഫ് പട്ടാൻ നല്ല വിക്കറ്റ് കീപ്പറാണ് വന്നത്. എന്നിട്ട് അവസാനം പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, അൻവർ മാൻ ഓഫ് ദ മാച്ച് എന്ന്. പക്ഷേ ഞാൻ ഈ ടോക്ക് ഷോ പോയിട്ടൊന്നും മാൻ ഓഫ് ദ മാച്ച് അല്ല, അൻവർ ഈസ് ഗോയിങ് ടു ദ ബൗണ്ടറി. അവൻ വിക്കറ്റ് പുറത്താവുക. എന്ന് വെച്ചാൽ അൻവറിന് യാതൊരു സാധ്യത ഇതിനകത്തില്ല. പിന്നെ ഇനി ഇരു മുന്നണികളും ഒരുപക്ഷെ CPM-ന്റെ CPI-യോ ഘടകകക്ഷികളൊന്നും ഇനി അൻവറിനെ ഉൾക്കൊള്ളത്തില്ല. ഒരുപക്ഷെ പിണറായി വിജയന്റെ ലീഡർഷിപ്പ് മാറി വന്നാലും ബഹുമാനപ്പെട്ട അൻവറിനെ ഇനി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരു കാരണവശാലും ഇടതുപക്ഷം കൊണ്ടുവരത്തില്ല. അത് മാത്രമല്ല UDF-ന്റെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചത് കൊണ്ട് ഒരു കാരണവശാലും UDF ഉണ്ടതില്ല. പക്ഷെ VS ജോയിയെ പാസ്റ്ററെ മത്സരിപ്പിക്കണമെന്ന് ഇതിനകത്തൊരു ചിന്തയുണ്ടായിരുന്നു UDF-നകത്ത്. പാസ്റ്റർ അത് മനസ്സിലാക്കണം. പക്ഷേ അങ്ങനെ മത്സരിച്ചാൽ വേറൊരു വിഷയം നിലമ്പൂരുണ്ട്. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് LDF-ന് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവും. പാസ്റ്റർ അത് പിടികിട്ടിയോ? ആര്യാടൻ ഷൗക്കത്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന എൻ്റെ അറിവ്. ഈ ജോയി വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ സ്വരാജിനെ കുറച്ച് വൈകിയത്. പാസ്റ്റർ പിടികിട്ടിയല്ലോ. നമ്മുടെ ഇദ്ദേഹം ആര്യാടൻ ഷൗക്കത്ത് പ്രചരണത്തിന്റെ രംഗത്തിറങ്ങിയതിന് ശേഷമാണ് ഈ M സ്വരാജ് വരുന്നത്. അപ്പൊ അവർക്കൊരു ഈ താല്പര്യം എന്ന് പറഞ്ഞാൽ, ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ നിലമ്പൂരിൽ നല്ല പിടിയുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ക്യാബിനറ്റ് മിനിസ്റ്റർ ആര്യാടൻ മുഹമ്മദ്. അത് വളരെ ബഹുമാനത്തോടെ റെസ്പെക്ട്, നല്ല ആര്യാടൻ മുഹമ്മദ് സാഹിബ് എന്ന് അവിടെയുള്ള ആൾക്കാർ വിളിക്കുന്നത്. എനിക്ക് നിലമ്പൂരും വടകരയും മുഴുവൻ അറിയാം. അപ്പോൾ അവരെ വിളിക്കുന്നത്. അത് മാത്രമല്ല ആര്യാടൻ ഷൗക്കത്ത് അവിടെ മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ആ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. അപ്പോൾ നിലമ്പൂർ കവളപ്പാറ പുത്തുമല ഒത്തിരി ദുരന്തം നടന്നു, പാസ്റ്റർക്ക് അറിയാമല്ലോ. അതിനകത്തെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. അവസരം തക്കത്തിൽ ആര് മുതലാക്കും? CPM എടുക്കും. CPM എടുത്തു കഴിഞ്ഞാൽ ആ ആര്യാടൻ ഷൗക്കത്തിന്റെ ആ പിന്തുണയും അത് കഴിഞ്ഞ് CPM-ന്റെ നിഷ്പക്ഷ വോട്ടുകൂടെ വന്നു കഴിഞ്ഞാൽ ഈസി വാക്ക് ഓവർ, ആ ഈസി വാക്ക് ഓവർ വെയിറ്റ് ചെയ്തതാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം വൈകാൻ കാരണം. അത് ശ്രീ VD സതീശനൊക്കെ നേരിട്ട് കണ്ടു. അതിനുശേഷമാണ് ഷൗക്കത്തിനെ വിളിച്ചിട്ട് സ്ഥാനാർത്ഥിയാക്കിയത്.
അതുകൊണ്ട് ഈ ഗെയിമോട് കൂടി ദാറ്റ് മീൻസ് എ പൊളിറ്റിക്കൽ ഗെയിം. ഇപ്പം 4 പോർമുഖം, നിലമ്പൂരിലെ പോർമുഖം, ഇതിനകത്ത് ഔട്ടാകാൻ പോകുന്നത് മിസ്റ്റർ പി വി അൻവറ. പിന്നെ ഇതിൻ്റെ ജയസാധ്യത എന്ന് പറയുന്നത്, നിലമ്പൂരിലെ ജയസാധ്യത, മിസ്റ്റർ ഷൗക്കത്ത് അൻവർ ഇല്ലാതെ മത്സരിച്ചിരുന്നെങ്കിൽ മോർ ദാൻ 15,000-നും അപ്പുറം വോട്ടിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് ഈസി വാക്കറോ പറയാന് അൻവറിൻ്റെ വോട്ടൂടെ കിട്ടി. സ്വരാജ് എത്ര പിടിച്ചെന്നെങ്കിലും ഇത് മാതിന്. ഇപ്പം ഇവിടെ പാസ്റ്ററിൻ്റെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ വോട്ട് സ്പ്ലിറ്റ് ആവുക. ഇത് വോട്ട് സ്പ്ലിറ്റ് ആവുക. ഈ വോട്ട് സ്പ്ലിറ്റ് ആവുന്ന എൻ്റെ ചില കാരണങ്ങളുണ്ട്. ഒന്നാ വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും, ഈ പിന്നെ ആര്യാടൻ ഷൗക്കത്തും പി വി അൻവറും ഇസ്ലാം സഹോദരങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരാണ്. അപ്പം അത് ഷൗക്കത്തിന് കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട്, മുസ്ലിം ലീഗിൻ്റെ അകമഴിഞ്ഞ പിന്തുണയും ഷൗക്കത്തിനുണ്ട്. അപ്പം തന്നെ പി വി അൻവറിനെ നമ്മൾ വിമർശിക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം നിലമ്പൂരിലെ അങ്ങാടിയിൽ പാവപ്പെട്ടവരോടൊപ്പം നിന്നൊരു വ്യക്തിയാണ് പി വി അൻവർ. അദ്ദേഹം പാവപ്പെട്ടവരോടും പിന്നെ അവിടുത്തെ പൊതുജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ടവരെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടെ. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് നല്ലൊരു വോട്ട് കിട്ടും. പക്ഷേ എൻ്റെ കണക്കൂട്ടൽ എന്ന് ഞാൻ പറഞ്ഞാൽ മിസ്റ്റർ പി വി അൻവറിന് 5,000-ന് മുകളിൽ വോട്ടുകൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. എന്നുവെച്ചാൽ രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് വോട്ടില്ല. പാസ്റ്റർ മനസ്സിലാക്കണം. ഓൺലി റിലേഷൻസ്, ബന്ധങ്ങൾ വെച്ച്, പേഴ്സണൽ റിലേഷൻ. അപ്പോൾ അവർക്ക് വിശ്വകർമ്മ സഭ, മറ്റ് ചില സംഘടനകളൊക്കെ അദ്ദേഹത്തെ സഹായിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോയാലും രാഷ്ട്രീയമല്ലാത്ത നിലമ്പൂരിൽ കിട്ടിക്കഴിഞ്ഞാൽ 5 അല്ലെങ്കിൽ 10-ന് താഴെ നിൽക്കുന്ന ഒരു വോട്ട് ശതമാനമേ മിസ്റ്റർ പി വി അൻവറിന് ഈ ഇലക്ഷന് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്നേഹത്തോടെ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അദ്ദേഹം 2 ടൈം MLA ആയിരുന്നു, നല്ലൊരു വ്യക്തിയെങ്കിലും ഞാൻ വളരെ തമാശ രൂപത്തിൽ ഒരു വ്യക്തിയെ നമ്മൾ ദ്രോഹിക്കരുതല്ലോ. അദ്ദേഹത്തിന് ഇനി ആശ്രയം സൗത്ത് ആഫ്രിക്ക നല്ലതാണ്. അദ്ദേഹത്തിന് അവിടെ നല്ല ബിസിനസ് ഉണ്ടെന്ന് പറയുന്നു, ഇവിടെ ഭൂമി ഉണ്ടെന്ന് പറയുന്നു. എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിൽ നിന്ന് പി വി അൻവറിൻ്റെ ഭാവി പതിയെ മാറിക്കൊണ്ടിരിക്കുക. ഈ 2 മുന്നണികളും കേരളത്തിൽ അദ്ദേഹത്തെ ഇനി അഡോപ്റ്റ് ചെയ്യാൻ കൊണ്ടുവരത്തില്ല. രണ്ടാമത്, അദ്ദേഹത്തിന് വേണ്ടി യൂസഫ് പട്ടാൻ, തൃണമൂൽ കോൺഗ്രസിൻ്റെ പലരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞിട്ട് മോഹൻ വർഗീസ്, അദ്ദേഹം ഒരു BJPയുടെ കാൻഡിഡേറ്റാണ്. BJP അവിടെ മലയോര കർഷകർ നടക്കുന്ന ഒരു ക്രൈസ്തവ വ്യക്തിയെ ഇപ്രാവശ്യം കാൻഡിഡേറ്റായിട്ട് കൊണ്ടുവന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഒന്ന്, അവർക്ക് BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു അവരെ പെർസെൻറ്റേജ് വോട്ടുണ്ടായിരുന്നു. അവർ ജയത്തിന് വേണ്ടിയല്ല, അവരുടെ വോട്ടൊന്നുകൂടെ റേസ് ചെയ്യാൻ. അതിന് ഇപ്പോഴത്തെ നമുക്ക് രാഷ്ട്രീയം പഠിക്കുമ്പോൾ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മറ്റേ BJPയുടെ മുൻ പ്രസിഡന്റ് K സുരേന്ദ്രനായിരുന്നു. അദ്ദേഹത്തിനേക്കാളും ശ്രീ K സുരേന്ദ്രനേക്കാളും ജനങ്ങളുടെ ഇടയ്ക്ക് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ചെയർമാൻ കൂടി തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖര ഇപ്പം BJPയുടെ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള, കേന്ദ്രത്തിൽ നിന്ന് ആരും വന്നില്ലെങ്കിലും മെഷീനറി വർക്കായിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു സംസ്ഥാന പ്രസിഡന്റ് വീടുകളെ, കടകളെ എല്ലാം, സംസ്ഥാന പ്രസിഡന്റ്, അതിനോടനുബന്ധിച്ച് കേരളത്തിലെ ഒത്തിരി BJP നേതാക്കളെ നമ്മൾ ഒരുപാട്, പിന്നെ നമ്മുടെ കൃഷ്ണദാസ്, അത് കഴിഞ്ഞിട്ട് ശോഭാ സുരേന്ദ്രനൊക്കെ കുറച്ച് പ്രസംഗിച്ചാൽ ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ K മുരളീധരൻ ജി, അങ്ങനെ ഒത്തിരി പേര് അത്രയും ആത്മാർത്ഥം എടുത്തില്ല. പക്ഷേ ഈ കിട്ടിയ അവസരത്തിൽ ആരാ, നമ്മുടെ ഇദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിൻ്റെ ഇപ്പം BJP പ്രസിഡന്റായതിനു ശേഷം ഭാഷണം അറിയാം, ഒരു ചുമതല അദ്ദേഹത്തിന് ഇപ്പം കിട്ടിയതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ BJPയുടെ സ്വതന്ത്രമായിട്ടൊരു കാൻഡിഡേറ്റ് മത്സരിക്കുമ്പോൾ ആ വോട്ട് ശതമാനം കൂട്ടിയാൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നൊരു പേഴ്സണാന്ന് കേന്ദ്ര BJPക്ക് അറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്ലിയർ ആകും. അതുകൊണ്ടാണ് ഞാൻ അപ്സെറ്റായിപ്പോയി. ഒരു മുൻ കേന്ദ്രമന്ത്രി, IT മന്ത്രി, നല്ല പണമുള്ളത്, ഏഷ്യാനെറ്റ്, ഇത്രയൊക്കെ ഉള്ള ഒരു വ്യക്തി സാധാരണ ജനങ്ങളുടെ ഇടയ്ക്ക് വളരെ കാര്യമായിട്ട്, ഞാനങ്ങനെ പിന്നെ മുൻ പ്രസിഡന്റ് K സുരേന്ദ്രനൊന്നും അത്രയും ജനത്തിൻ്റെ ഇടയ്ക്ക് പ്രസംഗിച്ചു പോകുന്നതല്ലാതെ ഭവന സന്ദർശനം നടത്തി അദ്ദേഹം ആ ക്യാമ്പയിൻ വെൽ ഡെവലപ്ഡ് ചെയ്തുകൊണ്ടിരിക്കുക. കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇതൊക്കെ ഒരു സെമി ഫൈനലാണ്. പാസിന് പിടി കിട്ടിയല്ലോ. ഈ ഇടക്കാല ഇലക്ഷൻ അവർ പറയുന്നത് 9 വർഷത്തെ പിണറായി ഭരണത്തിന്റെ റിസൾട്ടാണ്. ഈ സെമി ഫൈനൽ അവർ പാസ്സായാൽ വരാൻ പോകുന്ന ഫൈനലാണ്, നിയമസഭാ ഇലക്ഷനാണ്. അപ്പൊ ഈ റേറ്റ് വെച്ചിട്ട് ഇവർക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു കാലത്ത് ഈ പിന്നെ ഏറ്റവും കൂടുതൽ പടലപണക്കം ഉള്ളത്, ഗ്രൂപ്പ് ഉള്ളത് കോൺഗ്രസ്സിലാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ നിലമ്പൂർ ഇലക്ഷൻ കണ്ടിട്ട് അതാരാ ചെയ്തതെന്ന് അറിയത്തില്ല. യുവ MLA-മാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 50-ന് താഴെ 40-ന് താഴെയുള്ള ചെറുപ്പക്കാർക്ക് ഓരോ മണ്ഡലവും ബൂത്തും വേർതിരിച്ചു കൊടുത്ത് അതവരുടെ വളരെ എൻ്റെ സ്നേഹിതൻ കൂടിയ ചാണ്ടി ഉമ്മൻ, അദ്ദേഹത്തിനാണെങ്കിൽ ഒരു 3 പഞ്ചായത്തിൻ്റെ എങ്ങാണ്ട് ചുമതലയാണ്, 3000 വീടെങ്ങാണ്ട് കയറി ഇറങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഷാഫി പറമ്പിൽ, അവർ
വളർന്നു വരുന്ന നേതാക്കളാണ്. അത് കഴിഞ്ഞിട്ട് മറ്റേ പിന്നെ ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരൊക്കെ ആയിരുന്നു ഈ ഇലക്ഷന് കംപ്ലീറ്റ് ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്നത് യുവ നേതാക്കളാണ്. ഷാബി പറമ്പിലുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, അത് കഴിഞ്ഞ് ചാണ്ടി ഉമ്മനുണ്ട്, അത് കഴിഞ്ഞിട്ട് റോജി എം ജോണുണ്ട്, അത് കഴിഞ്ഞ് കൊച്ചിയിലെ നമ്മുടെ ഹൈബി ഈഡനുണ്ട്. ഇവരാണ് ഒരു യുവനിരേനെ അവരിപ്രാവശ്യം നിലമ്പൂരിൽ വർക്കൗട്ട് ചെയ്തു. പിന്നെ മലപ്പുറത്തിനെ സംബന്ധിച്ച് ഇവർ ഈ മുസ്ലിം ലീഗായിട്ട് ഇവർ രണ്ട് ഒരേ പാർട്ടി നിൽക്കുന്നെങ്കിലും മലപ്പുറം വരുമ്പോൾ ഇവർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല സമയത്ത് കാൽ വാരിയിട്ടുണ്ട്. എനിക്കറിയാവുന്നേ, കേരള രാഷ്ട്രീയം ഞാൻ പഠിച്ചതാ. ഇവർ UDF നിൽക്കുന്നെങ്കിലും മലപ്പുറത്ത് നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് മുസ്ലിം ലീഗിന് ലഭിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ ഇലക്ഷന് മുസ്ലിം ലീഗിനും അറിയാം കഴിഞ്ഞ 2 ടേമായിട്ട് അവർ പ്രതിപക്ഷത്തിരിക്കുക. പാസ്റ്റർ മനസ്സിലാക്കണം, ഒരധികാരമില്ല, 2 ടേം. ഇനി കലകിച്ച് നിന്നാൽ ഒരുപക്ഷെ മൂന്നാമതുകൂടെ ഇനി കേരളം കൈവിട്ടു പോയാൽ ഇനി UDF ഒരു കാരണവശാലും കേരളത്തിൽ ഇതിപ്പോ ഈ കപ്പൽ മുങ്ങുന്നതിന് മുമ്പിട്ട് ഒരു ലൈഫ് ജാക്കറ്റ് കിട്ടുന്ന പോലെ. അതുകൊണ്ട് മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, PMA സലാം, ഞാനെല്ലാം അപ്ഡേറ്റ് ആയിട്ട്, എനിക്കിപ്പം വളരെ സമയമുണ്ട്, ഞാൻ ശാരീരികമായിട്ട് ഇത്തിരി ക്ലേശമായതുകൊണ്ട് ഞാനെല്ലാം അന്നന്ന് അപ്ഡേറ്റ് ചെയ്യും ബൈബിളിനോടൊപ്പം തന്നെ. അപ്പോൾ അവരെല്ലാം ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയതാണ്. അതിനുശേഷം കോൺഗ്രസ്സിലെ ഒരുമാതിരി നല്ല നേതാക്കൾ, അതിനെല്ലാം ജ്യോതികുമാർ ചാമക്കാല ആക്റ്റീവാണ്, പഴകുളം മധു, അവരൊക്കെ കറപ്ഷൻ ഇല്ലാത്ത, അവരൊന്നും ഒരു അധികാര സ്ഥാനത്തും വരാത്തില്ല. അവരെല്ലാം വളരെ മാന്യമായിട്ട് ഈ ഇലക്ഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ പ്രതീക്ഷിച്ച ഭൂരിപക്ഷമോ ഇതൊന്നും ഒരിക്കലും ആര്യാടൻ ഷൗക്കത്തിന് കിട്ടത്തില്ല. വോട്ട് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞു. അതിന് ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ നമ്മൾക്ക് ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഓടി നടന്ന കാര്യങ്ങൾ, പിന്നെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് നമ്മുടെ നേരത്തെ K സുധാകരൻ സാറാന്ന് എടുത്തിയാടി എല്ലാവർക്കെതിരെയും പച്ചയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ നാട്ടുകാർക്കെതിരെയൊക്കെ കനം കൂട്ടിയ വർത്താനം പറയും. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്. അദ്ദേഹം സാമാന്യ വാക്കുകൾ മാത്രമേ പറയാറുള്ളൂ. അദ്ദേഹവും പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ചൊരു സെമി ഫൈനലാണ്. ഇതിലവർ പാസ്സായി കഴിഞ്ഞാൽ അവർക്കൊരുറപ്പുണ്ട്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു ഭരണം കിട്ടാനുള്ളത് സാധ്യത തെളിയിക്കുന്ന. അതിന് നമ്മൾ ഈ KSRTC റഫറൻഡം എന്ന് പറയും. എന്താ വെച്ചാൽ ഇത്ര യൂണിയൻ ഇത്ര പേര് ഒപ്പിടുമ്പോഴാണ് ഈ യൂണിയനകത്ത് അവർക്ക് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് ATUC പറയും ഈ റഫറൻഡത്തിൽ ഞങ്ങളെ വിജയിപ്പിക്കുക, ഈ റഫറൻഡത്തിൽ BMSനെ വിജയിപ്പിക്കുക, CAT പറയും ഈ റഫറൻഡത്തിൽ പങ്കെടുക്കുക. തൊഴിലാളി യൂണിയൻ്റെ അംഗം വെച്ചിട്ട് ഒരു ആപേക്ഷിക സംഖ്യ വരുമ്പോഴേ പാസ്റ്ററെ അവർക്ക് അംഗീകാരം കിട്ടത്തുള്ളൂ, അല്ലെ പേര് കൊടി മാത്രമേ കാണത്തുള്ളൂ, അംഗീകാരം. അതുപോലെ UDFനെ സംബന്ധിച്ച് ഇപ്പോൾ വരുന്നത് ഒരു റഫറൻഡമാണ്. ഒരു റഫറൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലമ്പൂർ അംഗത്തിൽ അവർ രക്ഷപ്പെട്ടാൽ അവർക്കൊരു സ്കോപ്പുണ്ട് 2026 വരുന്ന അസംബ്ലി ഇലക്ഷനകത്ത് കൈ ഉയർത്തി വരാൻ പറ്റുമെന്ന്. അതിനനുസരിച്ച് M സ്വരാജ് എന്താ വെച്ചാൽ അദ്ദേഹം നിലമ്പൂരാ, അദ്ദേഹം മലപ്പുറമായിട്ട് ബന്ധപ്പെട്ടതാണ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം. അപ്പം അവിടെ M സ്വരാജിനെ ഒരു ഫോർമുലയ്ക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്. അദ്ദേഹം മന്ത്രിയായിട്ടുള്ള ആളല്ല, നല്ലൊരു ചെറുപ്പക്കാരനാണ്. പലപ്പോഴും അവരെ പാർട്ടിക്കകത്ത് പഴയ ഗ്രൂപ്പിനകത്തും ഇദ്ദേഹം പെട്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് അദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരിക്കുമ്പോൾ, ഇപ്പോഴും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എനിക്കറിയാം, സ്റ്റേറ്റ് കമ്മിറ്റി ആയിരിക്കുമ്പോൾ VSനെതിരെ പോലും അദ്ദേഹം സംസാരിച്ചായിട്ട് വളരെ പ്രശ്നം ഉണ്ടായിരുന്നതാണ്. അന്ന് പലരും അദ്ദേഹത്തിനെതിരെ വിമർശനമൊക്കെ നടത്തി. ചില കാര്യങ്ങൾ അതിന് വിട്ട വാക്കുകൾ, അതിപ്പോൾ നമ്മളും പറയും സ്റ്റേജിൽ, അത് തെറ്റല്ല. പക്ഷേ കറപ്ഷൻ ഒന്നുമില്ലാത്ത ഒരു നേതാവ്, ഒരു ചെറുപ്പക്കാരനാണ് M സ്വരാജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇടയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തൃപ്പൂണിത്തറ ബാർക്കോഴയുടെ പ്രശ്നം വന്നപ്പോൾ എറണാകുളം കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്, K ബാബുവിനെ മുൻ മന്ത്രിയാട്ടി മറിച്ച ആളാണ് M സ്വരാജ്. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയോ വിഷയം കൊണ്ടാണ് സ്വരാജ് പരാജയപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണമൊന്നും വന്നിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് അത്രയും ഏജ് ഉള്ള ഒരാളുമല്ല. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് യങ് ആൻഡ് എനർജറ്റിക് ആക്റ്റീവ്. അതിനോടനുബന്ധിച്ച് ഈ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിൽ നല്ല ഐക്യം. ഞാൻ നോക്കിയപ്പോൾ CPIയുടെ മന്ത്രിമാർ, പക്ഷേ CPMൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ CPIയുടെ മന്ത്രിമാർ അത്ര ഇൻവോൾവ് ചെയ്ത് ഈ കാര്യങ്ങളിൽ വരത്തില്ല. പക്ഷേ ഈ ഇലക്ഷനിൽ പ്രസാദ്, K രാജൻ, ഇവരങ്ങനെയുള്ള ഈ മന്ത്രിമാരെല്ലാം വളരെ ആക്റ്റീവ്. അത് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഇലക്ഷനെ ബൈലാറ്ററലായിട്ട് ഓരോ പഞ്ചായത്തിലും ഓരോ തെരഞ്ഞെടുപ്പ് റാലി പ്രസംഗിച്ചെന്നുള്ളതാണ്. അത് വളരെ, ഞാൻ സാധാരണ ശ്രീ VS ഒക്കെ നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു ജില്ലയിൽ ഒരു 2 റാലി അങ്ങനെ വെച്ചാൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ K നയനാർ, അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട നയനാരൊക്കെ വരുമ്പോൾ ഓരോ ജില്ലയിൽ വെച്ചാൽ. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ പിണറായി വിജയനൊക്കെ എന്ന് പറഞ്ഞാൽ ബൈ ഇലക്ഷൻ നടത്തി ഞാൻ കണ്ടിട്ടുണ്ട്. പാലക്കാടൊക്കെ ഇലക്ഷൻ നടന്നപ്പം
2 അല്ലെ 4 മീറ്റിംഗ് കൂടുതൽ വന്നിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് പുതുപ്പള്ളി പിന്നെ ചാണ്ടിയുമ്മനെതിരെ ജെക്സി തോമസ് മത്സരിച്ചപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് പ്രസംഗിച്ചതാണ്. അതിനൊക്കെ ഒരു ലിമിറ്റാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പാസ്റ്ററെ അൺലിമിറ്റഡ് ഓരോ പഞ്ചായത്തിൽ അവിടെ മലപ്പുറത്തെ നിലമ്പൂരിനെ പറ്റി, എനിക്ക് നിലമ്പൂരിനെ പറ്റി ഞാനൊരു 18 പ്രാവശ്യം നിലമ്പൂരിൽ പോയി സൂചേട്ടൻ പ്രസംഗിച്ചാണ്. ഇപ്പോഴും ചക്കാലക്കുത്തെന്ന് പറഞ്ഞാൽ അവിടെ പോയി പ്രസംഗിച്ചു. നിലമ്പൂരിനെ പറ്റി എനിക്കറിയാം. ഞാൻ ആദ്യം ജനതാപടി പ്രസംഗിക്കുന്നു, ചുങ്കത്തറ പ്രസംഗിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അതിനപ്പുറം എടക്കര എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും മറക്കാത്ത ഒരു സ്ഥലമാണ് എടക്കര. അവിടെ ഞാൻ ടർഫിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കും ഒരു കളി സ്ഥലത്ത്. അപ്പോൾ അവിടെ 3 ദിവസം അന്ന് കൺവെൻഷൻ വെച്ചു. എനിക്ക് മറക്കാനാവാത്ത നിലമ്പൂർ. അപ്പോൾ നല്ല ജനം വരുമോ കർത്താവിൻ്റെ വരവ് കേൾക്കാൻ. 4-ാം ദിവസം എനിക്ക് അവധി. അവിടുത്തെ പ്രിയപ്പെട്ടവരും പറഞ്ഞ് 4-ാം ദിവസം നിൽക്കാൻ പറ്റുമെന്ന്. അപ്പോൾ എടക്കര എന്ന് പറഞ്ഞാൽ മുസ്ലിം സഹോദരങ്ങളുടെ നല്ല സ്ഥലമാണ്. അവരെല്ലാം പുറത്ത് വന്നിരുന്ന് ഈ കൺവെൻഷൻ കേൾക്കും. ഭയങ്കര സ്നേഹമാണ് അവർക്ക്. അപ്പോൾ 4-ാം ദിവസം വെക്കാം. അപ്പോൾ നമുക്ക് പോലീസിന് പെർമിഷനും ഇല്ല. അപ്പം അന്ന് അവിടുത്തെ സംഘാടകർ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾ 3 ദിവസം പെർമിഷൻ എടുത്ത് ഇവിടുത്തെ ഒരു സൗകര്യമുണ്ട്, ഒരു ദിവസം കൂടെ വെച്ചോട്ടോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞ്, പോലീസുകാർ പറഞ്ഞ് എന്തായാലും 3 ദിവസം പൈസ ചെയ്ത് അടയ്ക്കണ്ട, നിങ്ങളൊരു പേപ്പർ എഴുതി തരണം, ഒരു ദിവസവും കൂടെ ഞങ്ങൾക്കിത് നീട്ടിത്തരണം. അങ്ങനെ സഹായിച്ച ഒരു സ്ഥലം എടക്കര, അതിൻ്റെ തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ. അതുകൊണ്ട് എടക്കര എനിക്കറിയാം. എനിക്ക് എടക്കര ഞാൻ പ്രസംഗിച്ചപ്പോഴും ഇന്ന് എൻ്റെ മറക്കാത്ത ഓർമ്മ ഡയറിയിലുണ്ട്. ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പം ഷൈൻ പാസ്റ്റർക്ക് അറിയാം, വളരെ ക്ഷീണത്തോടെ ഇറങ്ങി വന്നപ്പം മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു വളരെ പ്രായമുള്ള നല്ലൊരു മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞ്, സഹോദര ദാണ്ട ഒരു ലിപ്റ്റൺ ടീ കുടിക്കുക, നിങ്ങൾ നല്ലോണം ശബ്ദം എടുത്തയാന്ന്. എനിക്ക് പോലും ഇന്ന് ഞാൻ മറക്കാത്തൊരു ഓർമ്മയാണ്. എടക്കര ടർഫിൽ ഞാൻ പ്രസംഗിച്ച് താഴെ ഇറങ്ങി. അന്ന് രാത്രി എനിക്ക് തിരുവനന്തപുരത്തിനോ ഏതോ വണ്ടിയിൽ ഞാൻ സീറ്റ് റിസർവ് ചെയ്തിട്ടുള്ളത്. അപ്പം വഴിക്കടവിൽ നിന്ന് വരുന്ന ബസ്സിൽ വരാനാ. അപ്പം ഞാൻ ഇറങ്ങി എൻ്റെ ബാഗെല്ലാം എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മുസ്ലിം ഒരു ചേട്ടൻ, ഒത്തിരി പ്രായമുണ്ട്, നല്ല മനുഷ്യൻ, 3 ദിവസം വചനം കേൾക്കാൻ വന്നതാണ്. അദ്ദേഹം വളരെ സ്നേഹത്തോടെ വചനം കേട്ടിട്ട് എന്നോട് പറഞ്ഞ, സഹോദര താണ്ട് ഈ ലിപ്റ്റൺ ടീ താങ്കൾ കുടിക്കണം, നല്ല ശബ്ദം എടുത്തതാണ്. എത്ര ആ മാനവികതയുടെ സ്നേഹം, അതവിടെ നല്ല സ്നേഹം. ഞാൻ അതിനെ അവിടെ ബഹുമാനിക്കുന്ന കാര്യം, ഞാൻ അവിടെ കുറേ പരസ്യത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. കരളായി, അവിടെ മുത്തയിടം, മാമാങ്കര. ഞാൻ അവിടെ ചെല്ലുമ്പോഴെല്ലാം പകൽ പരസ്യത്തിൽ പ്രസംഗിക്കാൻ പോകും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ മദ്യത്തിനെയും മയക്കുമരുന്നിനെയും പറ്റി പ്രസംഗിക്കുമ്പോൾ ആ നിലമ്പൂരിലെ മുസ്ലിം സഹോദരന്മാർക്ക് ഭയങ്കര കാര്യമാണ്. അവരിത് കേട്ടുകൊണ്ടിരിക്കും. ഈ മദ്യവും മയക്കുമരുന്നും എല്ലാം പിന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കണോ. എനിക്കിപ്പോഴും മറക്കാനാവാത്ത സംഭവമുണ്ട്. അവരതിനെതിരാണ്, മുസ്ലിം സമൂഹം അതിനെതിരാണ്. ഞാനത് പറയാം. ഞാൻ അവിടെ കരളായിയോ എവിടെ ഒരു സ്ഥലത്ത് പരസ്യത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വളരെ മുസ്ലിം സഹോദരങ്ങളിൽ പ്രായമുള്ള ഒരു വ്യക്തി, നമ്മുടെ ഒരു ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്, നല്ല കാണാൻ നല്ല ഇതുള്ള അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞൊരു കാര്യം പറഞ്ഞ്, സാറേ എന്നാ വിളിച്ചത്, ഞാനത് മദ്യമയക്കുമരുന്ന്, സാറേ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ മഹല്ല് കമ്മിറ്റി പാസ്റ്റർക്ക് പിടി കിട്ടിയല്ലോ, പള്ളി കമ്മിറ്റി, അതിനകത്ത് ഈ മദ്യം മയക്കുമരുന്നുള്ള ഒറ്റ ഒരെണ്ണത്തിന് ഞങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞെന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരിലും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ കമ്മിറ്റിയിൽ നിന്ന് ഇത് ഒഴിവാക്കിയെന്ന്. അതുകൊണ്ട് എനിക്ക് നിലമ്പൂരിനെ പറ്റി നല്ല ധാരണയുള്ള ആളാണ്. ജനതാപടി, നിലമ്പൂർ ജംഗ്ഷൻ, അത് കഴിഞ്ഞ് എടക്കര, ചുങ്കത്തറ, ഏനാദി, അത് കഴിഞ്ഞിട്ട് മാമാങ്കര, അത് കഴിഞ്ഞിട്ട് കരളായി, അത് കഴിഞ്ഞ് മുത്തയിടം, അത് കഴിഞ്ഞിട്ട് വഴിക്കടവ് വരെ ഞാൻ പോയിട്ടുണ്ട് ആ റൂട്ടിൽ. അതുകൊണ്ട് എനിക്കറിയാം അത് മലയോര കർഷകരുടെ ഒരു സ്ഥലം. പക്ഷേ ഇത്രയും നല്ല ജനം ഐക്യമുള്ളൊരു സ്ഥലം നിലമ്പൂരാണ്. അതിന് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഒരു നിലമ്പൂരിലൊരു ബാങ്കിൽ മാനേജറായിട്ട് ജോലി ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നമ്മൾ കൊല്ലം ജില്ലക്കാരനാണ്. പുള്ളി പറഞ്ഞ്, നമ്മുടെ നാട്ടിൽ ഷൈൻ പാസ്റ്റർക്ക് അറിയാം, ഒരു വണ്ടി തട്ടിയാലോ ഒരു വണ്ടി മുട്ടിയാലോ ഒരുവൻ താഴെ വീണാലോ 10 ചോദ്യം ചോദിക്കും, പിന്നെ എവിടെയും കൊണ്ടുപോകും. പക്ഷേ ഈ നിലമ്പൂർ മലപ്പുറത്തിൻ്റെ പ്രത്യേകത, ആർക്കെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാകട്ടെ നാട്ടുകാരാകട്ടെ അവിടെ പോലീസൊന്നുമല്ല കാര്യം, ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ സഹായിക്കും. അതിന് ഞാൻ എൻ്റെ ഒരു സ്നേഹിതനായിരുന്നു, ബാങ്കിലെ മാനേജറായിരുന്നു. അദ്ദേഹം ഇപ്പം നിലമ്പൂരിൽ നിന്ന് മാറി വന്നതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ പല കാര്യം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ അത്ര ഒരു സഹായമുള്ള സ്ഥലം. അതുകൊണ്ട് നമുക്കിപ്പോഴത്തെ നിലമ്പൂർ ഇലക്ഷനിൽ അവരുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ അവകാശപ്രകാരം വോട്ട് ചെയ്യാം. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഇതിനകത്ത് വളരെ ക്യാമ്പയിനിൽ പങ്കെടുത്തതാണ്. അതുപോലെ തന്നെ LDFൻ്റെ വിജയരാഘവൻ ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തു കൊടുത്ത, CPMൻ്റെ നല്ലൊരു മെഷീനറി ചെറുപ്പക്കാർ MLA-മാർ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാന റൗണ്ടിൽ ഞാൻ വ്യക്തമായി മനസ്സിലാക്കി, CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അദ്ദേഹവും ഇതിനകത്ത് പങ്കെടുത്തു. ഇതിനകത്ത് ഒരു ഫോർമുല വെക്കുന്നുണ്ട് പാസ്റ്റർ. അത് ഇപ്പം ശ്രീ VD സതീശൻ വളരെ ബുദ്ധിയോടെ പറയുന്നത്, നിലമ്പൂരിലെ വിധിയെഴുത്ത് സർക്കാരിനെതിരെയുള്ള ഏറ്റവും ജനവികാരമായിരിക്കും.
സർക്കാർ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ സർക്കാരാണെങ്കിലും ആ ശരം പോയി അടിക്കുന്ന എവിടാ? മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ. പാസ്റ്റർ പിടികിട്ടിയല്ലോ, എപ്പോഴും ലീഡറിനാണ് വരുന്നത്. അപ്പോൾ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കുമെന്ന്. ആ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താകുമ്പോൾ ഒരു പക്ഷേ നിലമ്പൂരിൽ ഏതെങ്കിലും തരത്തിൽ LDF ഒരു പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നെയും പ്രശ്നങ്ങൾ ഒരുപാട് വരും. ഇപ്പോഴത്തെ CPM സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ എനിക്കറിയാം, പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഒത്തിരി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിണറായി വിജയൻ അദ്ദേഹം ഒരു കാലത്ത് പറയുന്നത് പോലെ ആജ്ഞാനുവർത്തികളായി പാർട്ടിയിലെ പലരും നിന്ന. പക്ഷേ ഇപ്പോഴത്തെ ഈ പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന സമ്മേളനവും കേന്ദ്ര സമ്മേളനവും കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ ഒരു നോർമൽ സ്റ്റാൻഡിലേക്ക് മടങ്ങി വന്നിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയാതെ പാർട്ടിക്ക് അതീതമായിട്ട്, പാർട്ടിക്ക് അപ്പുറം പറയുന്നതിലപ്പുറം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്താന്ന് ശ്രീ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ഷൗക്കത്തിന് ചിലപ്പോൾ ഒരു പരാജയത്തിൻ്റെ മണം അടിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അവസാനമായിട്ട് അറ്റകൈക്ക് ഇല്ല ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമെന്ന് പറയുന്ന പോലെ അറ്റകൈക്ക് പാസ്റ്റർ ഒരു കാര്യം കൂടെ ചെയ്തു. നമ്മുടെ പ്രിയങ്കാജിയെ പാസ്റ്റർ കണ്ടു കാണുമല്ലോ, പ്രിയങ്കാജിയെ ഡയറക്റ്റ് കൊണ്ടുവന്ന് നിലമ്പൂരിൽ അവർ എന്താ വെച്ചാൽ നിലമ്പൂർ ആ മലപ്പുറം മേഖല വയനാടുമായിട്ട് പാർലമെന്റ് മണ്ഡലം അറ്റാച്ച് ചെയ്ത്, അതുകൊണ്ട് പ്രിയങ്കാജിയെ കൊണ്ടുവന്ന് അതുകൂടെ ഇളക്കിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഞങ്ങൾ ടോക്ക് ഷോയിലിരിക്കുന്ന സഹോദരങ്ങളോട് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് മെഷനറീസ് വർക്ക് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ. അതിനകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ പടലപ്പണക്കമുള്ളവരാ, എന്താ വെച്ചാൽ പല ഗ്രൂപ്പുകളെയും നടത്തുന്നവരാ. പക്ഷേ വളരെ നാളുകൾക്ക് ശേഷം ഇവരെല്ലാം ഐക്യത്തോടെ ഒരു പാളയത്തിനകത്ത് നിന്ന് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഏകദേശം ഞാൻ 83 മുതൽ കേരള രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം, ലോക രാഷ്ട്രീയം മൊത്തം ഞാൻ വായിച്ച് ചെയ്യുന്ന ആളാണ്, നോർത്ത് ഇന്ത്യ വഴി. അപ്പം നമ്മളത് ഒരിക്കലും നമ്മൾ സൂചിച്ചെടുത്ത് നിൽക്കുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യാത്തതുകൊണ്ട്. അപ്പം ഈ എണ്ണയിട്ട യന്ത്രം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മലയാളത്തിൽ ഒരു വാക്കുണ്ട്, എപ്പോഴും റണ്ണിങ് എണ്ണയിട്ട യന്ത്രം. അതുപോലെ ഒരു മെഷീനറി വർക്ക് ചെയ്തത് ഈ തെരഞ്ഞെടുപ്പില്ല കോൺഗ്രസിൻ്റെ. ഒരു പക്ഷേ എൻ്റെ റിസൾട്ട് അവർക്ക് പ്രതീക്ഷിക്കാം. 2, M സ്വരാജിന് വേണ്ടി CPM മെഷീനറി നല്ലതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിന് നല്ല നേതൃത്വം കൊടുത്തിട്ടുണ്ട്, അവരാൾക്കാരും ചെയ്തിട്ടുണ്ട്. 3-ാമത്തെ കാര്യം, അൻവർ ഈ തെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തി വെച്ചതാ. പക്ഷെ അൻവറിന് പബ്ലിക്കിൻ്റെ ഇന്ന് വോട്ട് അധികം കിട്ടാൻ സാധ്യതയില്ല, കുറവാണ്. അൻവറിൻ്റെ സ്നേഹിതർ, അൻവർ എനിക്കിപ്പോൾ ഒരു വ്യക്തി സഹായം ചെയ്താൽ അദ്ദേഹത്തോട് നമ്മൾ സ്നേഹം കാണിക്കും. അതുപോലെ അൻവറിന് വോട്ട് കിട്ടും 10,000-ന് താഴെ മാത്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് BJPയുടെ വോട്ടിൻ്റെ പാറ്റേണിൽ വേരിയേഷൻ ഉണ്ടാവും. അവരിപ്പോൾ മലയോര കർഷകരിൽ നിന്ന് ഒരു ഈ ക്രിസ്ത്യൻ വ്യക്തിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. BJPയുടെ വോട്ടൊന്നും ചോരത്തില്ല. എന്താ വെച്ചാൽ BJPക്ക് പാറ്റേണായിട്ടൊരു വോട്ടുണ്ട്. ആ വോട്ടിൻ്റെ കൂടെ ഒരു പക്ഷേ ചില വോട്ടൂടെ കൂടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പാസ്റ്റർ നിലമ്പൂരിലെ ഫലം ഒന്നുകിൽ M സ്വരാജ് ഒരു പക്ഷേ ജയിച്ചു വന്നാൽ 1000 വോട്ടിനകത്ത് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ അട്ടിമറിയാം. അങ്ങനെ ജയിച്ചു വന്നാൽ ഒരു കാര്യം പറയാം, അത് ഇടതുപക്ഷത്തിന് നല്ല അനുകൂലമെന്ന് വേണേൽ നമുക്ക് വിശേഷിപ്പിച്ചെഴുതാം. അത് മാത്രമല്ല, ഇപ്പം പലരും പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ആര്യാടൻ ഷൗക്കത്തിന് 10-25,000 വോട്ട് കിട്ടുമെന്ന്. അങ്ങനെ ഒരു സംഭവമേ നോക്കണ്ട. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ ജയിച്ചു വന്നാൽ ഏകദേശം 10, അതിൻ്റെ കുറച്ചുകൂടെ മേല്, 10-ന് താഴെയോ 10-ന് മേളിലോ, അല്ലാതെ 20,000 25,000 കിട്ടത്തില്ല. ഒന്നുകിൽ 10-ന് താഴെ 5-10 ഇടയ്ക്ക്, 5,000 താഴെ വരാൻ സാധ്യത കാണുന്നില്ല. 5-നും 10-നും ഇടയ്ക്ക്, അല്ലേ കയറിപ്പോയ ഒരു 12. ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് ഇപ്പൊ അവസാന അംഗം ലാപ്പിലായിരിക്കും നമ്മുടെ ടോക്ക് ഷോ പോകുമ്പോൾ. അതുകൊണ്ട് നമുക്ക് ഏത് വ്യക്തി ജയിച്ചാലും വളരെ സന്തോഷം. ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനും അതുപോലെ അവിടുത്തെ ജനങ്ങളിൽ ഇറങ്ങി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ശ്രീ M സ്വരാജ് ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി ആരോപണമില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെ പല വിഷയങ്ങളുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന അനേകം പേർ കാണും. ഒരവസരം സ്വന്തം നാട്ടിൽ കൊടുക്കാൻ ഉപയോഗിക്കുന്നവർ കാണും. അദ്ദേഹം ജയിച്ചാലും നമുക്ക് വളരെ സന്തോഷമാണ്. അവരെല്ലാം ജനത്തെ സ്നേഹിക്കുന്നവരാ. പക്ഷേ PV അൻവറിൻ്റെ സാധ്യത ഇവിടെ മങ്ങുകയാണ്. അതുകൊണ്ട് വളരെ അൻവർ സാഹിബിനെ ഞങ്ങളും ബഹുമാനിക്കുന്നു. അദ്ദേഹം ഒരു നല്ല MLA ആണ്. അദ്ദേഹത്തിന് ഒരു സാധ്യതയുള്ള ഞങ്ങളുടെ ഭാഗം പറഞ്ഞാൽ ഇനി ആഫ്രിക്കയിലേക്ക് നോക്കുന്നതായിരിക്കും PV അൻവറിനുള്ള സാധ്യത. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒത്തിരി ഏക്കറുണ്ടെന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞ് കൃഷിയിടത്തിലേക്ക്. UDF LDF അദ്ദേഹത്തെ അഡോപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ കേരളത്തിലുള്ള ഒരു സംവിധാനമല്ല. അദ്ദേഹം ബംഗ്ലാദേശിൽ പോയി തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി ഒന്നും ചെയ്യാനും പറ്റത്തില്ല. BJPയെ സംബന്ധിച്ച് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ വന്നതുകൊണ്ട് വോട്ടിംഗ് പാറ്റേൺ ഒന്ന് നിലവാരം ഉയർത്തിയാൽ
അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ നിന്ന് നിഷ്പക്ഷനായ ഒരു പ്രസിഡന്റിന്റെ പരിവേഷം ഉണ്ടാകും. പിന്നത്തതിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് അദ്ദേഹം നല്ലതുമായിരിക്കും. അതുകൊണ്ട് ഈ 4 മുന്നണികൾ ഇങ്ങനെ പോവുക. ഒരു മുന്നണികളെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. നല്ല ഭൂരിപക്ഷത്തോടെ സമാധാനത്തോടെ ഒരു ഇലക്ഷൻ നടക്കട്ടെ. എൻ്റെ ഒരു അവലോകനത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് മുൻതൂക്കം ഉണ്ടെങ്കിലും പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം കിട്ടത്തില്ല. ഒരുപക്ഷെ അവസാന ലാപ്പിൽ ഏതെങ്കിലും ഒരു അട്ടിമറി നടന്നാൽ 1000 വോട്ടെങ്കിലും ലഭിച്ച് ഒരുപക്ഷെ 1000-ൽ കൂടാൻ ഒരു സാധ്യതയില്ല. ഒരു മതിൽ ചാടി കടക്കുന്ന പോലെ ഒരു ലാസ്റ്റ് പോയിന്റിൽ ഇല്ല, ഒളിമ്പിക്സിന്റെ ലാസ്റ്റ് മൊമെന്റിൽ ഒരു ഹൈ ചെയ്യുന്നത് പോലെ ചിലപ്പം ശ്രീ എം സ്വരാജ് എന്ന് ഫ്ലൈ ചെയ്താൽ 1000-2000-ത്തിനകത്തൊരു പാറ്റേൺ കഷ്ടിച്ച് അതിൻ്റെ സാധ്യത വളരെ കുറവാണ്. പക്ഷേ അവസാന ലാപ്പിൽ ഈ മനുഷ്യൻ്റെ കാര്യ ജനത്തിൻ്റെ കാര്യ അവിടെ നല്ല എഡ്യൂക്കേറ്റഡ് സ്ഥലമാണ്. ക്രൈസ്തവർ നല്ല കൂടുതലുള്ളതാണ്. മറ്റേ ഇസ്ലാം സമുദായത്തിന് നല്ല പിന്തുണയുള്ള. ഞാനൊരു കാലത്ത് വിചാരിച്ച് പക്ഷേ ഈ നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മലയും തേക്കുക എന്നുള്ളത്. നിലമ്പൂർ ടൗൺ തൊട്ട് ഇടക്കര വഴിക്കടവ് വരെ പോകുമ്പോൾ ഭയങ്കര കടകമ്പോളങ്ങളാണ്. എത്ര ഷോറൂമുകൾ, എത്ര വണ്ടികൾ, ചുങ്കത്തറ. അത് മാത്രമല്ല, നമ്മൾ പറയും ഈ തിരുവല്ലായും കുമ്പനാടും ഒക്കെ ആ പെന്തിക്കോസുകാരും ബാക്കിയുള്ളതെന്നും സകല സഭകളും നിലമ്പൂർ ഒരുപാട് സഭകളുള്ളതാണ്. അപ്പം അങ്ങനെ ക്രിസ്ത്യൻ മേജർ നല്ല സഭകളുള്ള നല്ല വോട്ടവകാശമുള്ളതാണ്. പക്ഷെ ജനത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന വികാരം നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു പ്രാർത്ഥന സമാധാനത്തോടെ നിലമ്പൂർ ഇലക്ഷൻ നടക്കട്ടെ, ഒരു വ്യക്തി ജയിക്കട്ടെ, സമാധാനത്തോടെ നിയമസഭ ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്യട്ടെ. അതിനുശേഷം നിലമ്പൂരിലെ ജനങ്ങളെ സേവിക്കാനുള്ള കൃപയും ശക്തിയും ദൈവം കൊടുക്കട്ടെ. നല്ലൊരു പോളിംഗ് നിലമ്പൂരിൽ നടക്കട്ടെ. പ്രത്യേകിച്ച് ഈ ടോക്ക് ഷോ കാണുന്ന സഹോദരങ്ങളോട് നിങ്ങൾക്കൊരു വോട്ടവകാശമുണ്ട്, അത് നിങ്ങൾ വിനിയോഗിക്കണം. അത് തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ ഒരു പൗരൻ നിലയ്ക്ക് നമുക്ക് ഏത് പാർട്ടിക്ക് നിങ്ങൾക്കൊരു വോട്ടവകാശമുണ്ട്. അതുകൊണ്ട് നടക്കാൻ വയ്യാത്തവരും വല്ല ബാക്കിയുള്ളവരും നിന്നാലും നടക്കാൻ പറ്റുന്നവർ ഇന്ന് തൊട്ടേ അവിടെ നിലമ്പൂരിൽ അവധിയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മനസ്സിനകത്തൊരു സമ്മതിദാന അവകാശം രേഖപ്പെടുത്താനുള്ള അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിലമ്പൂരിൽ നിന്നൊരു വ്യക്തി നല്ലതുപോലെ ജയിക്കട്ടെ, നല്ല ഭരണം നിലമ്പൂരിന് കാഴ്ചവെക്കട്ടെ. അശരണർക്കും പാവപ്പെട്ടവർക്കും എല്ലാം തുണയായ ഒരു വ്യക്തി നിയമസഭയിൽ വരട്ടെ. തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല നിലമ്പൂരിലുള്ളവർക്കും നല്ലൊരു MLA ആയി തീരുവാൻ ആ വ്യക്തിയെ ദൈവം സഹായിക്കട്ടെ. ദൈവം നിലമ്പൂരിനെ കാക്കട്ടെ. ഞങ്ങളുടെ ടോക്ക് ഷോയിൽ ഞങ്ങളുടെ സംവാദം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും എല്ലാ MLA-മാരെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അവരെല്ലാം ഞങ്ങളെ ഭരിക്കുന്നവരാണ്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന എപ്പോഴും ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ പ്രാർത്ഥനാ മുറികളിലും ഉണ്ട്. ഏതായാലും നിലമ്പൂരിലെ ഇലക്ഷൻ നടക്കാനിരിക്കുകയാണല്ലോ. അതിൽ ദൈവഹിതമുള്ള ഒരാൾ തന്നെ ഇലക്ഷനിൽ ജയിച്ച് അവിടുത്തെ MLA ആയി തീരട്ടെ. ഇത്രയും സമയം നമ്മുടെ ഈ ടോക്ക് ഷോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.